ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് വിവേട്ട ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അപ്പം എങ്ങോട്ടാ യാത്ര? 2 മണി. ഗുഡ് മോർണിംഗ്. 2 മണിക്കല്ലേ ഗുഡ് മോർണിംഗ് പറയല്? നമ്മൾ രാവിലെ വരാറ്. ഇതാ നമ്മൾ പെട്ടിയും കിടക്കിയൊക്കെ എടുത്തിട്ട് പോക്കായി. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങോട്ടാ നമ്മളെ യാത്ര? എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൽ നിന്ന് എങ്ങോട്ടേക്കാ പറയില്ല. പറയടി. എടാ ആഗിക്കുട്ടാ. വെയിറ്റിംഗ് ഫോർ ദ ക്യാബ്. ഇപ്പം നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഇനി എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ജസ്റ്റ് എത്തി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ഓ മൈ ഗോഡ്, എന്നൊക്കെ തണുക്കുന്നു. എന്താ തണുപ്പില്ലാണ്ട്? ഹായ് വിവേക്, ഗുഡ് മോർണിംഗ്. സമയം 2:30 അല്ലേ? ഗുഡ് മോർണിംഗ്. രണ്ടാമത്തെ വീണ്ടും ഗുഡ് മോർണിംഗ്. ഇതിൻ്റെ വീൽ അത്ര ശരിയില്ല, അതുകൊണ്ട് നമ്മൾ മാറ്റി. Hello guys. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. Are you excited? Are you excited? രാത്രി 2:30 എന്റെ മോനെ നീച്ചിരിക്കുന്നു. എനിക്ക് വലുതായിട്ട് എന്റെ വ്ളോഗിൽ നിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് കാണാം കേട്ടാ. ഇത്ര ഭാഗ്യവാൻ വേറെ ആരല്ലേ. സോറി, ഓൺ ടയർ നോക്കണ്ട തര. ഓക്കെ, അവര് പോയി. ഓ മൈ ഗാഡ്. നന്ദു വ്ളോഗൊക്കെ കാണുന്നില്ലേ? എന്താ പറഞ്ഞേ? പക്ഷെ ഓള് ഫ്ലൈറ്റിൽ പോയിട്ടില്ല എന്നാ പറഞ്ഞേ. ആ, ഓള് പറഞ്ഞിനി. യെസ്. കുട്ടീനെ എടുത്തതിന്റെ പ്രയോറിറ്റി കണ്ട. അവളൊക്കെ അവിടെ പോയിരുന്നു. നമ്മളിവിടെ ഉറക്കം വന്ന കുട്ടിക്ക് കഥ ആവിടുന്ന. ഹലോ ഗൈസ്. വെബ് ചെക്കിങ് ചെയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോൾ വെയിറ്റിംഗ് ഫോർ ദ ചെക്കിങ്. അതാ നമ്മളെ പാർട്ട്ണറെ ആധാർ റെഡി ആക്കുന്നത് വെബ് ചെക്കിങ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രം വേറെ വേഗം ചെയ്തിട്ട് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെയാണ് കേട്ടാ. ആരെങ്കിലും വെബ് ചെക്കിങ് വെബ് ചെക്കിങ് ഇതാണ് ബംഗളൂർ എയർപോർട്ടിൽ. ഈ ചെടിയൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഒരു മരുഭൂമി പ്ലാന്റ് അല്ലേ? പിന്നെ ഇതെല്ലാം എങ്ങനെയാ ഇടാം? അതാ കാക്ടസ് എല്ലാം. ചൂട് കൊടുക്കണം ഈ തണുപ്പത്തെ ഈ AC ഇല്ല ചൂട് ആണോ? ഇതൊക്കെ ഒറിജിനൽ ആട്ടോ, ഒറിജിനൽ. ലുക്കിംഗ് നൈസ്. ദിസ് ഈസ് ഡ്രിങ്കിങ് വാട്ടർ. ഓ, ടോയ്ലറ്റ് ആണ്, സോറി. ഓക്കെ, കട്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? എൻ്റെ കോഫിയാണ് ഗൈസ്. കോഫി മോശമില്ല, ഗുഡ് വൺ. നമ്മൾ എവിടെയാ പോകുന്നത് ശരിക്കും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ നമ്മൾ പോകുന്നത് ഫുക്കറ്റ്, തായ്ലൻഡ് ഫുക്കറ്റ്. ഓക്കെ, വേറെ ഫുക്കറ്റ് ഉണ്ടോ? അല്ല, ഫുക്കറ്റ് എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ. Yes, okay. Our travel mates to Phuket. Aggie baby. Aggie the first flight. Is your first flight? Aggie. Aggie baby. Hello. Maybe. Are you excited? Yeah, very much. വിവേകാനന്ദൻ അവിടെ ഒറ്റക്കായി പോയി. Bye.
ഓക്കെ ഗൈസ്, ഇന്ന് നമുക്ക് ഫുക്കറ്റ് എത്തിയിട്ടാണ്. ഹലോ. അപ്പോൾ നമ്മൾ സേഫായിട്ട് ഫുക്കറ്റ് ലാൻഡായി. ആഗി, എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? ഹാപ്പി ഹാപ്പി? ഡാഡീസ് ലൈഫ്. ഡാഡീസ് പാവം. ഞാൻ വരെ അസിസ്റ്റന്റ് തണ്ട പാവം തീർച്ചു. അയ്യോ. അപ്പോ ഇനി വിസ എനിക്ക് പ്രോസസ്സിംഗ് 3 hours ഇല്ലു. അപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനുശേഷം വീണ്ടും ഈ ബാഗ് കറങ്ങുന്നില്ല. വെട്ടിന്ന് നമ്മളെ പെട്ടിയിലെടുത്തിട്ട് അവർ താഴെ വെച്ചു. വെട്ടിക്ക് ഇതൊക്കെ ഇതുമല്ലേ 4-ല്. അയ്യോ വരാനാ, എല്ലാരും പോയി. അപ്പുറത്തുണ്ട് ഇൻഡിഗോ സെയിം നമ്പർ. അത് നമ്മളെ വെട്ടിയല്ലേ ആ റെഡ് എടുത്തു വെച്ചു അവര്. അതാ നിങ്ങളതാ 2 എണ്ണം. അതാ നിശ്ചയുടെ പോയി. ഇത് ഇവരൊന്നുകൂടി വേണ്ടേ? ആ അത് അപ്പം നമ്മൾ എടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞു. വിവേകാനന്ദ, യുവർ നെയിം? അന്നെ കുത്തിക്കൊന്നു. യു ഗൈസ് റെഡി? നമ്മളെ കൂട്ടാൻ വണ്ടി വന്നിട്ടുണ്ടെന്നാ പറഞ്ഞേ. നമുക്ക് നോക്കാം ഏതാ വണ്ടി. നല്ല വണ്ടി ആയിരിക്കൂലേ അല്ലേ? ഇസൂസു കവേർഡ്. ഇസൂസു. എന്റെ ചെങ്ങായി ഈടെ ഇത്രയും ചൂടുണ്ടാ? ഇല്ലെങ്കിൽ നമുക്ക് അത് ശരി തന്നെ. അവിടെ കാറുണ്ട്, പക്ഷെ അല്ല ഞാൻ ഈ ഡ്രസ്സ് ഇട്ടോണ്ടോന്നും അറിയില്ല. ഇല്ല ഇല്ല ഇല്ല. മെട്രോ ഉണ്ട് ഇവിടെ അല്ല, വിമാനം തന്നെയാണല്ലേ? ജാടയാണോ മുനുസേ? ചിരിച്ചില്ലേ? ഓക്കെ, നമ്മളാള് വന്നിട്ടുണ്ട്. കം ഫോളോ ഫോളോ മീ ഫോളോ മീ. ഓള് വിളിക്കേ. ഇതന്നല്ലേ? അല്ല അതല്ല, ഇതാ പേപ്പർ. ഇതാ ദിസ് ഇസ് പേപ്പർ. ഓക്കെ. അല്ല അവരത് കൊടുക്കാൻ പറഞ്ഞു. ഓ കൊള്ളാല. അമ്മോ ഇനിയുണ്ടോ? വിവിയാണ്ടൻ ഇവിടെ ഇരുന്നോട്ടെ. ഞാനും വിവേകണ്ണം ബാക്കിലിരിക്കാം. വിവേകണ്ണ എവിടെ പോണം? ഇപ്പോൾ
നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാനാണ് അടിച്ചു തന്നെ ഡിസ്കൗണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. നോക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ ഹൗസ് ദ ഫുഡ്? ഇന്ത്യൻ ഫുഡാണ്. ചിക്കൻ റൈസ് ഓക്കെ. ഈ വെജ് റൈസിലൊന്നും എനിക്ക് ഉപ്പ് ഫീൽ ചെയ്തില്ല. ഇത് തന്നെ തൈര് വേണം. തൈരിലെ ഉപ്പ്. ഉപ്പ് ഈസ് ഫോർ ദ തൈര്. അത് വരുമല്ലോ. അപ്പോൾ നമ്മൾ റൊട്ടി പറഞ്ഞിട്ടുണ്ട്, ഒരു 4 റൊട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ബൊഫേ ആണ്. ബൊഫേ 250 പാത്താണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഐറ്റംസ്. പിന്നെ ഇല്ല തൈര് ഇത് ലസ്സിയല്ലത്. ഉപ്പിട്ടില്ല നിങ്ങൾ ഫസ്റ്റ്? എന്തുണ്ട് വാട്ടർമെലൺ ഫുഡ്? എന്താ പറ്റിയേ? ഫുഡല്ലേ? ആ എന്തായാലും അവള് അത്ര കഴിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാണുമ്പോ നമുക്ക് ആടെ ഇവരെ ഫുഡ് ഞാൻ കണ്ടു. ഈ ചായ ഫുഡ് ഉണ്ടാടാ, എനിക്കത് കാണുമ്പോ വോമിറ്റിയാ പോന്നു. സത്യം പറയാറ് ഇല്ല, ഞാൻ നെഗറ്റീവ് അടിച്ചല്ലേ. സംഭവം ഇവക്ക് ഇന്ത്യൻ ഫുഡ് തന്നെ ഫുള്ള് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ആക്കലുണ്ടോ? മനസ്സിലായി. കുറച്ച് റൈസ്, വൈറ്റ് റൈസ്. അതിലുപ്പില്ല. അതത്ര മതി. അത് ബൗളിലെടുക്കണം. അതിലൊഴിച്ച് നശിപ്പിക്കല്ലേ. അതിലൊഴിക്കല്ല. അല്ല, എടുത്തിരുന്നോ? ഇത് ഉരുളക്കിഴങ്ങ് കറി, ചേന, മറ്റേത് പരിപ്പ്. ചിക്കന് മുട്ടി മതി. അത് മുട്ടയല്ല തോന്നിട്ട്, അത് ചിക്കൻ തന്നെയാമോ? അതിന് പുറത്തെന്തോ ചിക്കൻ മസാല ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ നമ്മളെ ഉണ്ടാവും. സാരമില്ല മോനെ, ഇതന്നെ ഇന്ത്യനൊന്നല്ല. ഏത് ഇന്ത്യനാണെന്ന് നോക്കാം. ഇത് എന്തിന്റെ മുട്ടയാ? അത് ഞാൻ പറയാൻ പറ്റില്ല. ക്രോക്കഡൈലിന്റെ മുട്ടയാന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ ഇത് എന്തിന്റെ മുട്ടയാ? ഇത് കഴിച്ചിട്ട് കേട്ടോ. എന്തുണ്ട് കേട്ടാ? ഫുഡ് മറ്റേ വൈറ്റ് റൈസ് ഒക്കെ മറ്റോ നല്ല സോഫ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ പോകുമ്പോഴത്തേക്ക് അതാ മഴ പെയ്തു. ഹെവി അല്ല, സിമ്പിൾ മഴ. ദിവ്യാടൻ്റെ ഡ്രസ്സിൻ്റെ കളറ് സൂപ്പർ. മണി എക്സ്ചേഞ്ചിലേക്ക് പോകുന്നു. അതായത് ഇതില് ഭയങ്കര കളർ. അപ്പൊ നമ്മളെ സ്റ്റേ ഇതാണ് നമ്മളെ റൂം. സോറി, ഹോട്ടൽ റൂമല്ല. ടൂർ ടിക്കറ്റ്, ടാക്സി, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ, എവറിത്തിങ് ഇസ് ഹിയർ. അപ്പോൾ നമ്മളെ റൂമിലെത്തി. ഇത് നമ്മളെ ഫസ്റ്റ് റൂം. ഇവിടെ വിബിയും ഫാമിലിയും ഉണ്ട്. ഇതിപ്പോൾ നമ്മളെ സെക്കൻഡ് റൂം 2303. ഞങ്ങളുടെ പെട്ടി കിടക്കൊക്കെ എടുത്തൊക്കെയാണ്. എന്തുണ്ട് റൂം വന്നിട്ട്? അടിപൊളിയാ. ഓക്കെ, എന്തൊക്കെയുണ്ട് റൂമിൽ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് നമ്മുടെ റൂം. ഓക്കെ, ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി? ഓ വാ, അത് തുറക്കാൻ പറ്റില്ലേ? സ്ലൈഡ്. ഇതാണ് ബാൽക്കണി വ്യൂ. ആണ്, നല്ല കാറ്റുണ്ട് പുറത്ത്.
നേരത്തെ നല്ല മഴയായിരുന്നു. പൂളുണ്ട് പൂൾ. ഇതാണ് നമ്മുടെ പൂള്. ഡോറടഞ്ഞതാ, ഒന്നും പേടിക്കണ്ട. പിന്നെ വിളിക്കും. ആ അവിടെ ബീച്ചാണ് ഇതാ കാണുന്ന സംഭവം. ആ അതെ, നമ്മൾ വീട് നടന്നിട്ടോണ്ട ദൂരേ ഇല്ല ബീച്ചിലേക്ക്. ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്സ്. വലിയൊരു കുന്നും മലയിലുണ്ട്. കുന്നും മലയും. മമല കണ്ടേ കാല കണ്ടേ. യെസ്, then how's the bathroom? ഓക്കെ. പിന്നെ ഇന്ന് നമുക്കിനി വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇന്ന് ഓൾറെഡി നമ്മൾ എല്ലാവരും യാത്ര ചെയ്ത് കുറേ ടയർഡായതുകൊണ്ട് ഇന്ന് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. ഇതാണ് ബാത്റൂം. പിന്നെ നാളെ രാവിലെ 8 മണിക്കാണ് നമ്മൾ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി നാളെ. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇതിപ്പോൾ കുറച്ച് ലോങ് ആയിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് മാക്സിമം കട്ട് ചെയ്യും. ഓക്കെ, ബൈ. നാളെ കാണാം. ടയേർഡാണ്. ഈ ഡേ ഫുൾ ഉറങ്ങിയിട്ടില്ല അല്ലേ സത്യം പറഞ്ഞാൽ? ഓക്കെ, നമ്മൾ രാത്രി 2 മണിക്ക് എയർപോർട്ടിൽ എത്തിയതാണ്. പിന്നെ ഇപ്പോൾ ഒരു ഇവിടുത്തെ 3:30 അല്ല 4 മണിയായി. ഇവിടുത്തെ 4 മണി ഇന്ത്യൻ ടൈം ഇപ്പം 2:25. അപ്പോൾ ഇന്നലെ ഏകദേശം രാത്രി 1 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. ഉറങ്ങിയിട്ടേ ഇല്ല. മുകളിലൊരു മഞ്ഞ ലൈറ്റിൻ്റെ. അപ്പോൾ നാളെ ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, ബൈ.